ഹലോ, ഞാൻ ആശിഷ്. ഞങ്ങൾ ഇന്നുള്ളത് കൊസിയോസ്കോ ടൂറിസ്റ്റ് പാർക്കിനകത്താണ്. ഞങ്ങളുടെ വേറെ ഫ്രണ്ട്സും ഫാമിലിയും ഉണ്ട്. ഇത് ക്രിസ്റ്റോ, മേരി, പിന്നെ സ്നേഹയും, പിന്നെ അവരുടെ കുട്ടി ജെയ്ഡനുമാണ് ഉള്ളത്. ഞങ്ങളിവിടെ ഓസ്ട്രേലിയയിലെ വിൻ്ററിൽ, അതായത് ജൂൺ തുടങ്ങിയിട്ട് ഒക്ടോബർ വരെയാണ് ഓസ്ട്രേലിയയിലെ വിൻ്റർ സീസൺ അല്ലെങ്കിൽ വിൻ്റർ സ്പോർട്സ് എല്ലാം ആക്റ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ വിൻ്റർ ലൊക്കേഷനിൽ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ വന്നതാണ്. ഞങ്ങൾ ഈ താമസിക്കുന്നിടത്ത് ഏകദേശം 15 മിനിറ്റ് ഡ്രൈവ് മാത്രമാണ് ഒരു സ്നോ സ്പോർട്സ് സെൻറ്ററിലേക്ക് പോകാനായിട്ട്. ഞങ്ങൾ ഈ എടുത്തിരിക്കുന്ന 2 ബെഡ്റൂം ശാലയാണ്. ഇവിടെ 2 ബെഡ്റൂമിൻ്റെയും 3 ബെഡ്റൂമിൻ്റെയും ശാലയുണ്ട്. ശാല എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ മഞ്ഞെല്ലാം പെയ്യുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഹൈ ആൾട്ടിറ്റ്യൂഡുള്ള സ്ഥലങ്ങളിൽ മരം കൊണ്ട് ഉണ്ടാക്കുന്ന വീടിനെയാണ് ശാല എന്ന് പറയുന്നത്. ഇവിടെ 3 ബെഡ്റൂം പ്ലസ് സ്പാ ഏരിയ ഉള്ള ശാലയുണ്ട്. ശാലീസ് അല്ലാതെ തന്നെ ഇവർ കൊടുക്കുന്നതാണ് ക്യാബിൻസും ഇവരോട് കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ ഇവിടെ എന്ന് വെച്ചാൽ ക്യാമ്പിംഗ് ഫെസിലിറ്റി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ക്യാരവാൻ അല്ലെങ്കിൽ ക്യാമ്പർ വാൻ, മോട്ടോർ ഹോം അങ്ങനത്തെ അത് കൊണ്ടുവന്ന് താമസിക്കാം. അല്ലെങ്കിൽ ടെൻ്റ് അടിച്ച് താമസിക്കുകയാണെങ്കിൽ അങ്ങനെയും താമസിക്കാം. അപ്പോൾ ഇവിടെ പവേർഡ് സൈറ്റ് ഉണ്ട്, അൺപവേർഡ് സൈറ്റ് ഉണ്ട്. പവേർഡ് സൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇലക്ട്രിസിറ്റി നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. മിക്ക ക്യാമ്പർ വാനും മോട്ടോർ ഹോമിനൊക്കെ ട്രെയിലറിനൊക്കെ ചിലപ്പോൾ പവർ എടുക്കാൻ പറ്റും. പവർ എടുത്ത് കുറച്ച് അവരുടേതായ നമുക്ക് വേണ്ട ഉപയോഗിക്കേണ്ട ഇപ്പോൾ വല്ല മൈക്രോവേവ് അല്ലെങ്കിൽ ഹീറ്ററോ അങ്ങനെയെല്ലാം വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. അതിപ്പോൾ ടെൻറ്റിനകത്ത് താമസിക്കുന്നവർക്ക് പോലും പല രീതിയിലുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ വേണമെങ്കിൽ പവേർഡും അൺപവേർഡ് സൈറ്റ്സും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പേ ചെയ്തെടുക്കണം. അപ്പോൾ അതിനെല്ലാം പല പല പേയ്മെൻറ്റ്സ് ആണ്, അതായത് പല പല വിലകളാണ് ഇതിന് തരുന്നത്. പിന്നെ ക്യാമ്പ് ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പബ്ലിക്കായിട്ടുള്ള ടോയ്ലറ്റ് ഉണ്ട്. ഈ ടോയ്ലറ്റ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സെപ്പറേറ്റ് ആണ്, യൂണിസെക്സ് അല്ല. അതുകൂടാതെ ഇതിൻ്റെ സൈഡിലായിട്ടാണ് ഡംപിങ് പോയിന്റ് വരുന്നത്, അതായത് വേസ്റ്റ് എല്ലാം കളയുന്ന ക്യാരവാനും ക്യാമ്പർ വാനിൽ നിന്നൊക്കെ വേസ്റ്റ് കളയുന്ന ഡംപിങ് പോയിന്റ് വരുന്നത്. ഈ പബ്ലിക്കായിട്ടുള്ള വാഷ്റൂം അല്ലെങ്കിൽ ടോയ്ലറ്റ് ഉപയോഗിക്കണമെങ്കിൽ നമുക്കൊരു പിൻ നമ്പർ തന്നിട്ടുണ്ടാകും. അതായത് നമ്മൾ ക്യാമ്പിങ്ങിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു വൈകുന്നേരം ഒരു 5 മണി ആകുമ്പോഴേക്കും അവർ നമ്മൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് നമുക്ക് പിൻ നമ്പർ അയച്ചു തരും. അതാണ് നമ്മൾ ആക്സസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് വെച്ചാൽ എപ്പോഴും പീക്ക് ടൈമുള്ള, അതായത് വിൻ്റർ ടൈമുള്ള എപ്പോഴും സ്റ്റാഫ് ഉണ്ടാകും ക്ലീൻ ചെയ്യാൻ. ഇത് ഷവർ ഏരിയയാണ്, അതായത് നമുക്ക് അത്യാവശ്യം നല്ല ചൂടുവെള്ളം എപ്പോഴും ഉണ്ടാവും. അതായത് നല്ല ചൂടായിരിക്കും, അത് നമുക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇവിടെ എപ്പോഴും ക്ലീൻ ചെയ്തിട്ടുകൊണ്ടേയിരിക്കും. പിന്നെ ഇവിടെ ഉപയോഗിക്കുന്നവരും നന്നായിട്ട് തന്നെ വൃത്തിയായിട്ട് തന്നെയാണ് എപ്പോഴും വയ്ക്കുന്നത്. എനിക്ക് തോന്നുന്നു ലേഡീസിൻ്റെയും ഇതേമാതിരി തന്നെ നീറ്റായിട്ട് തന്നെ ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക. എന്നുവെച്ചാൽ ഇവിടെ നമ്മൾ കാലത്ത് വന്ന് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ക്ലോസറ്റ്സ് എല്ലാം ഉണ്ട്, അതും ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവരെപ്പോഴും വയ്ക്കുന്നത്. എന്ന് വെച്ചാൽ കണ്ടിന്യൂസ്ലി നമ്മളിപ്പോൾ ഒരു ഷോപ്പിംഗ് സെൻറ്ററിൽ എങ്ങനെയാണോ അത് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വയ്ക്കുന്നത്, അതേപോലെ തന്നെയാണ് ഇവിടെ എപ്പോഴും അവർ ക്ലീൻ ചെയ്തിടുന്നത്. അതേപോലെ ഈ കാണുന്നത് ആൾക്കാർ ഇന്നലെ ക്യാമ്പ് ചെയ്തതാണ്. അവിടെ 2-3-4 പേര് ഒരുമിച്ചൊരു ക്യാമ്പ് സൈറ്റ് എടുത്ത് അങ്ങനെയാണ് അവർ ക്യാമ്പ് ചെയ്തിട്ടുണ്ടായത്. പിന്നെ ഈ വാഷ്റൂമിൻ്റെ അടുത്തായിട്ട് തന്നെ നമുക്കൊരു പബ്ലിക്കായിട്ടുള്ളൊരു സിങ്ക് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ വെള്ളത്തിൽ നമുക്ക് അത്യാവശ്യം കഴുകാനുള്ള, അല്ലെങ്കിൽ നമുക്ക് വെള്ളം പിടിച്ചിട്ട് പോവാം, നമുക്ക് അത്യാവശ്യം കഴുകാനോ എന്തെങ്കിലും ഉപയോഗിക്കാനായിട്ട്. ഇതിന് ഡ്രിങ്കിങ് വാട്ടർ എന്നവർ എഴുതിയിട്ടില്ല, അതുകൊണ്ട് തന്നെ അത് കുടിക്കാൻ പാടുമോ എന്നുള്ള കാര്യം അറിയില്ല. മിക്കതും ക്യാമ്പ് സൈറ്റിനകത്തുള്ള വെള്ളങ്ങളെല്ലാം ഡ്രിങ്കിങ് വാട്ടർ ആയിട്ടല്ല, നമുക്ക് എന്തെങ്കിലും ഡിഷ് വാഷിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു മോട്ടോർ ഹോം പാർക്ക് ചെയ്യുന്ന സ്ഥലമാണെന്ന് വെച്ചാൽ മോട്ടോർ ഹോമിനും ക്യാമ്പർ വാനും എല്ലാത്തിനും ഡിഫറെൻറ്റ് സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ സ്പോട്ടിൽ വന്ന് മുമ്പ് ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നെ കാണാം, നമുക്കൊരു സൈഡ് തന്നെ 67B എന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ തന്നെ നമുക്ക് 240 വോട്ട്സിൻ്റെ കുത്താൻ പാകത്തിന്, പ്ലഗ് കുത്താൻ പാകത്തിനുള്ള ഔട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്നാണ് നമുക്ക് എടുക്കേണ്ടത്. അതേപോലെ തന്നെ ഒട്ടുമിക്ക സമയങ്ങളിലും ഇങ്ങനെ ക്യാമ്പിങ്ങിന് പോകുന്ന മോട്ടോർ ഹോം ഉപയോഗിക്കുന്നവർക്ക് ഫിൽറ്ററിങ് ഫെസിലിറ്റി ഉണ്ടാവും. അപ്പോൾ അവരെന്ന് വെച്ചാൽ ഇങ്ങനത്തെ വാട്ടർ ടാപ്സ് കൊടുത്തിട്ടുണ്ടാവും നമ്മൾ ബുക്ക് ചെയ്യണ പോയിന്റിൽ. അപ്പോൾ അതിൽ നിന്ന് നേരിട്ട് നമ്മുടെ വണ്ടിയിലേക്ക് കണക്ട് ചെയ്ത് ആ വെള്ളമാണ് എപ്പോഴും ഉപയോഗിക്കേണ്ടാവുക. പിന്നെ ഈ പുറകെ കാണുന്നത് ഇവിടുത്തെ ഒരു കിച്ചണാണ്. കിച്ചൺ എന്ന് പറഞ്ഞാലും ഇതൊരു കമ്മ്യൂണിറ്റി കിച്ചണാണ്. അതായത് ക്യാമ്പ് ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ എങ്ങനത്തെ രീതിയിൽ മോട്ടോർ ഹോമിൽ വരുന്നവരോ അല്ലെങ്കിൽ ടെൻ്റ് അടിച്ചൊക്കെ ഉപയോഗിക്കുന്നവർക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടുന്നൊരു കിച്ചണാണ്. അപ്പോൾ അതായത് നമ്മളിൽ കുക്ക് ചെയ്യാനുള്ള യൂട്ടൻസിൽസോ അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഭയങ്കര സ്നോ ആയിരിക്കാം, ഭയങ്കര വിൻഡായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കവിടെ കുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കിച്ചൺ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആക്ച്വലി ഇവിടെ ഇപ്പോൾ പകലാണെങ്കിൽ നല്ല തണുപ്പായതുകൊണ്ടാണ് ഞാൻ ഗ്ലൗസ് ഇട്ടിരിക്കുന്നത്. ഇതിവിടെ ഫ്രിഡ്ജ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രിഡ്ജിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഫുഡ് കൊണ്ടുവന്ന് നമുക്ക് ഏതാണോ ക്യാമ്പ് സൈറ്റ് ആ നമ്പർ എഴുതിയിട്ട് നമുക്ക് അതിനകത്ത് എടുത്ത് വയ്ക്കാം. നമ്മളതൊരു മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഏതാണെന്നുള്ളത്. അപ്പോൾ വേറെ ആൾക്കാരും തന്നെ ആ ഫുഡ് എടുക്കില്ല. പിന്നെ ഇവിടെ അത്യാവശ്യം വേണ്ടുന്ന 2-3 മൈക്രോവേവ്സ് തന്നിട്ടുണ്ട്. അവരെന്ന് വെച്ചാൽ പല ആൾക്കാരായിരിക്കുമല്ലോ വന്നിവിടെ ക്യാമ്പ് ചെയ്യുന്നത്. അപ്പോൾ പല രീതിയിൽ കുക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അവർ മാക്സിമം യൂട്ടൻസിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വിൻ്ററിലാണ് എപ്പോഴും തിരക്കുണ്ടാവുക, അല്ലെങ്കിൽ സമ്മറിലും ആൾക്കാർ വരുന്നുണ്ട്. പക്ഷേ വിൻ്ററിലാണ് കൂടുതലും ഈ കൊസിയോസ്കോ നാഷണൽ പാർക്കിലേക്ക് അല്ലെങ്കിൽ സ്റ്റോയിങ് മൗണ്ടനിലേക്ക് വരുന്നവരാണ് ഇവിടെ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടാവുക. ഇവിടെ കുക്കിംഗ് റേഞ്ച് 2 കുക്കിംഗ് റേഞ്ച് ഉണ്ട്.
അതേമാതിരി ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനുള്ളതുണ്ട്. ഇത് ബാർബിക്യൂ ചെയ്യാനുള്ള ഏരിയയാണ്. അത് കൂടാതെ എന്ന് വെച്ചാൽ ഇവർ കുറച്ച് അത്യാവശ്യം നമുക്ക് യൂട്ടൻസിൽസ് തരുന്നുണ്ട്. ഇപ്പോൾ അത്യാവശ്യം കുക്ക് ചെയ്യാൻ പാകത്തിനുള്ള സാധനങ്ങളും അത്യാവശ്യം പോട്ടുകളെല്ലാവരും ഉണ്ട്. അപ്പോൾ പലതും ഇവരിവിടെ നമുക്ക് ലോങ് ടൈമിലേക്ക് നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമുക്ക് കീ ആക്സസ് ഉണ്ടാവും. നമുക്കത് ലോക്ക് ചെയ്ത് നമ്മുടെ തന്നെ ഇതിനകത്ത് എടുത്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ അവിടെ മെയിൻ ഓഫീസിൽ ചെന്ന് ചോദിച്ചാൽ അവർ കീ ആക്സസ് തരും. പിന്നെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ വൈകുന്നേരങ്ങളാകുമ്പോൾ ഒട്ടുമിക്ക ഇവിടെ ക്യാമ്പ് ചെയ്യണവരെല്ലാവരും വന്ന് ഒത്തുകൂടുന്നൊരു സ്ഥലമാണ് ഇവിടെ. ഇവർ ഇതിനകത്ത് ഫയർ ഇടും. ഫയർ പ്ലേസ് ആണത്, അല്ലെങ്കിൽ ഫയർ പിറ്റ് എന്ന് പറയും. ഇപ്പോൾ ഇവിടെ രാത്രി തീയെ കത്തിച്ച് നല്ല വാമായിരിക്കും. അതുകൂടാതെ തന്നെ ഇവിടെ വെൻഡിങ് മെഷീൻസ് ഉണ്ട്. കാപ്പിയുടെ വെൻഡിങ് മെഷീൻ ഉണ്ടായിരുന്നു, അതിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. മുമ്പേ വന്നപ്പോൾ ഞാനത് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ബുക്സ് ഉണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ ആരെയും രാത്രിയിൽ അവർ കിടക്കാനായിട്ട് സമ്മതിക്കത്തില്ല. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ പിന്നെ എല്ലാവരും ഇവിടെ വന്ന് അങ്ങനെ കിടക്കാൻ തുടങ്ങിയാൽ എന്നുള്ള രീതിയിലാണ്. പിന്നെ ഇവിടെ ഒട്ടുമിക്ക ആൾക്കാരും വർത്തമാനം പറയുകയും ഒന്നല്ലെങ്കിൽ പൂള് കളിക്കുകയും അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ പണ്ട് ഞാൻ വന്ന് ക്യാമ്പ് ചെയ്യുമ്പോൾ ഏകദേശം ലേറ്റായിട്ട് ഇവരെല്ലാവരുമായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് എല്ലാവരുമായിട്ട് ഭയങ്കര എന്താ പറയുക ഭയങ്കര രസമുള്ള സംഭവമായിരുന്നു. എന്ന് വെച്ചാൽ ഇവിടെ ഈ സ്കീ റിസോർട്ട്സിനകത്ത് വർക്ക് ചെയ്യണ ഒട്ടുമിക്കവരും ഇവിടെ ആയിരിക്കും വന്ന് താമസിക്കേണ്ടാവുക. ഒന്നല്ലെങ്കിൽ ക്യാമ്പിലോ അല്ലെങ്കിൽ മിക്കവാറും ക്യാമ്പിംഗ് ആണ് ചെയ്യുന്നവർ. ടെൻറ്റ് അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടാണ് അവർ താമസിക്കേണ്ടത്. എന്ന് വെച്ചാൽ അവർ പൈസ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും അത് മുമ്പൊക്കെ വന്ന് താമസിക്കുമ്പോൾ അങ്ങനെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ബേസിക്കലി അവരൊരു ക്യാമ്പ് ചെയ്യുന്നവർക്ക് തരുന്ന ഈ ക്യാമ്പ് സൈറ്റ് തരുന്ന ഫെസിലിറ്റീസ്. ഇത് ഞങ്ങളുടെ ശാലയുടെ ബാക്ക് സൈഡാണ്. അപ്പോൾ ഈ പുറകിൽ കാണുന്നത് 3 ബെഡ്റൂം ശാല വിത്ത് സ്പാ ഏരിയ ഉള്ളതാണ്. അപ്പോൾ ഈ ശാലയുടെ മിക്ക ശാലയുടെയും പുറകിലായിട്ടാണ് നമുക്ക് ക്യാമ്പ് ഫയറിന് പ്ലേസ് തരുന്നത്. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ വന്ന് രാത്രിയിൽ തീയെല്ലാം ഇട്ടിരുന്നത്. എന്ന് വെച്ചാൽ അത്യാവശ്യം എല്ലാവരും തീയൊക്കെ ഇട്ട് ഫുഡ് ഉണ്ടാക്കി തുടങ്ങുമ്പോഴേക്കും അല്ലെങ്കിൽ എല്ലാവരും മിക്കവരും ബാർബിക്യൂ ചെയ്യും. അപ്പോൾ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പോസം എന്നുള്ളൊരു ഇവിടുത്തെ തന്നെ ഒരു നേറ്റീവായിട്ടുള്ളൊരു ജീവി വരും. അപ്പോൾ ജീവിനെ കണ്ട് ജെയ്ഡോ ആകെ അങ്ങ് പേടിച്ചിരിക്കുകയാണ്. ഇതാണ് പോസം. ഇത് ഓസ്ട്രേലിയയിൽ മാത്രം കണ്ടുവരുന്ന ഒരു ജീവിയാണ്. അണ്ണാൻ്റെ വകഭേദത്തിൽ വരുന്നതെന്ന് വെച്ചാൽ മരത്തുമെല്ലാം കയറി പോകും ഈ ജീവി. അത് നമ്മൾ ഫുഡൊക്കെ ഏകദേശം ഫുഡിൻ്റെയൊക്കെ മണം വന്നോടെ ആരെങ്കിലും ബാർബിക്യൂ ചെയ്താൽ പോലും അവരുടെ അടുത്ത് പോകാതെ പിന്നെ ബാക്കിയെല്ലാം ആരെങ്കിലും ഫയർ ഇട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം അടുത്തേക്ക് വരും. നമ്മുടെ അടുത്തേക്ക് എല്ലാം വന്ന് ഏകദേശം നമ്മൾ ഇരിക്കുന്ന ബെഞ്ചിന് വല്ല സ്ഥലമാണെങ്കിൽ അതിലേക്ക് ചാടി കയറിയിരിക്കും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള നമ്മളെവിടെയെങ്കിലും ഫുഡൊക്കെ വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് കഴിക്കും. ഒരെണ്ണം വന്ന് അങ്ങനെ ഫുഡ് എന്തെങ്കിലും കഴിച്ച് തുടങ്ങിയാൽ പിന്നെ കുറേ എണ്ണം വന്നുകൊണ്ടേയിരിക്കും. പിന്നെ വിറ്റകൾ തമ്മിൽ കടികൂടലായിരിക്കും. അപ്പോൾ നമുക്ക് ആരെയും ആക്രമിച്ചതായിട്ട് കേട്ടിട്ടില്ല. അപ്പോൾ ഇത് പിന്നെ വൈൽഡാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ വൈൽഡിനെ അങ്ങനത്തെ രീതിയിൽ തന്നെ കാണുകയും വേണം. നമ്മൾ ഈ താമസിക്കുന്ന സ്നോയി മൗണ്ടൻ റീജിയനിലാണെങ്കിൽ പോലും സ്നോ സ്റ്റോം ഉണ്ടാവുമ്പോൾ മാത്രമാണ് ഇവിടെ മഞ്ഞ് വീഴുക. അല്ലാത്ത സമയത്തെല്ലാം അത്യാവശ്യം ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ താമസിക്കുന്ന ശാല. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കാണാനി നമ്മൾ ഈ കയറി ചെല്ലുന്നിടത്ത് തന്നെ ഒരു ബെഡുണ്ട്. പിന്നെ ഇവിടെ മെയിനായിട്ട് അട്രാക്റ്റീവായിട്ട് തോന്നുന്നത് വെച്ചാൽ ഇതൊരു ഇലക്ട്രിക് ഹീറ്ററാണ്. ഏകദേശം ഒരു ഫയർ പ്ലേസിനെ പ്രതിനിധീകരിക്കുന്നത് പോലെ ഇതിനകത്ത് ലൈറ്റും സൗണ്ടുകളെല്ലാം നന്നായിട്ട് ഹീറ്റ് തരുന്ന ഒരു ഹീറ്ററാണ്. പിന്നെ ഇതാണ് കിങ് ബെഡ്. പിന്നെ ഈ കാണുന്നത് സോഫയാണ്. പിന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ തന്നിട്ടുണ്ട്. അത്യാവശ്യം അതിനുള്ള ചെയറുകൾ തന്നിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ കുക്കിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന മാതിരി ഇലക്ട്രിക് സ്റ്റൗവാണ് തന്നിരിക്കുന്നത്. പിന്നെ ഈ യൂട്ടൻസിൽസ് എല്ലാവരും ഇവർ തന്നെ തന്നാണ്. അത്യാവശ്യം യൂട്ടൻസിൽസ് ഉണ്ട്. പിന്നെ മൈക്രോവേവ് തന്നിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും ചൂടാക്കണമെങ്കിൽ. കട്ട്ലറീസ് എല്ലാം തന്നെ അത്യാവശ്യമായിട്ട് തന്നിട്ടുണ്ട്. പിന്നെ ഇവർ ഫ്രിഡ്ജ് തന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഇവിടെ വിൻ്ററിൽ മാത്രമല്ല സമ്മറിലും വന്ന് താമസിക്കണം. എന്തെങ്കിലും സ്റ്റോർ ചെയ്യണമെങ്കിൽ സ്റ്റോർ ചെയ്യാം. പിന്നെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് തന്നിട്ടുണ്ട്. പിന്നെ ഇനി അടുത്തതായിട്ടുള്ളതെന്ന് വെച്ചാൽ ബെഡ്റൂമാണ്. ഇത് ബങ്ക് ബെഡാണുള്ളത്. അപ്പോൾ ഈ കാണുന്ന ലിനനൊന്നും ഇതിൻ്റെ കൂടെ ഉള്ളതല്ല. നമ്മൾ എക്സ്ട്രാ അതായത് റൂം ബുക്ക് ചെയ്യുമ്പോൾ ഉള്ളതല്ല, നമ്മൾ എക്സ്ട്രാ പറഞ്ഞ് ബുക്ക് ചെയ്യണം. പിന്നെ എന്ന് വെച്ചാൽ ഈ തന്ന ലിനനും ഈ പറഞ്ഞ മാതിരി ബ്ലാങ്കറ്റും അത്യാവശ്യം നന്നായിട്ട് ചൂട് തരുന്നുണ്ട്. പിന്നെ തണുപ്പിന് കൂടുതൽ പ്രശ്നമുള്ളവരാണെങ്കിൽ എക്സ്ട്രാ ഹീറ്റർ കൊണ്ടുവരണം. ഈ റൂമുകളിലൊന്നും ഹീറ്റർ ഇല്ല. പിന്നെ ഇത് അടുത്ത ബെഡ്റൂമാണ്. ഇവിടെയും ബങ്ക് ബെഡ് തന്നെയാണ്. പിന്നെ ഞങ്ങളിതെന്ന് വെച്ചാൽ സ്റ്റോർ ചെയ്യാനായിട്ടാണ് ഉപയോഗിച്ചത്. നമ്മുടെ സ്നോയിൽ പോകുമ്പോൾ ഉള്ള ഡ്രസ്സുകളും എല്ലാം എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ആ കൂടിയുള്ള ഹീറ്റർ എന്ന് വെച്ചാൽ സെൻട്രലൈസ്ഡ് മാസ്റ്റർ ബെഡ്റൂം അല്ലെങ്കിൽ കിങ് സൈസ് ബെഡിൻ്റെ അടുത്തുള്ള ഒരു ഹീറ്ററാണ്. അതായത് AC ആണോ മാത്രമേ ഉള്ളൂ. അപ്പോൾ എക്സ്ട്രാ തണുപ്പ് തോന്നുന്നവർ എക്സ്ട്രാ ഒരു ഹീറ്റർ കൊണ്ടുവരണം. പിന്നെ ഇതിൻ്റെ ഫ്ലോറുകളൊന്നും ഹീറ്റഡ് അല്ല. ഈവൻ ബാത്റൂമിൻ്റെ പോലും ബാത്റൂമിൻ്റെ എല്ലാം ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അപ്പോൾ ബാത്റൂമിൽ ഉപയോഗിക്കാൻ എപ്പോഴും ഒരു ചെപ്പൽ അല്ലെങ്കിൽ ഒരു ചെരുപ്പ് കൊണ്ടുവരുന്നത് നല്ലതാണ്. പിന്നെ അത്യാവശ്യം നല്ല ഹോട്ട് വാട്ടറാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഈ ടാപ്പും ഷവറും നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ മേത്തേക്ക് അത് തുറക്കുമ്പോൾ വെള്ളം വീഴില്ല. പിന്നെയുള്ളത് ഈ ടവൽ റാക്ക്
നന്നായിട്ട് ചൂടാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ടവലുകളെല്ലാം ഉപയോഗിച്ച് ഇട്ട് കഴിഞ്ഞാൽ വൈകുന്നേരമൊക്കെ തിരിച്ചു നമ്മൾ പുറത്തേക്ക് തിരിച്ചു വരുമ്പോഴേക്കും നന്നായിട്ട് ചൂടായി ഉണങ്ങിയിരിക്കുന്നുണ്ടാവും. ഇവിടെ ഫോണിൻ്റെ റിസപ്ഷൻ ഞാൻ ടെൽസ്ട്രേ ആയതുകൊണ്ട് ടെൽസ്ട്രേക്ക് ഉണ്ടായിരുന്നു. പിന്നെ വൈഫൈ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് ഫ്രീ അല്ല, നമ്മൾ വാങ്ങിക്കണം. അത് ഓൺലൈനിൽ വാങ്ങിക്കാം, അല്ലെങ്കിൽ അവിടെ നിന്ന് ഓഫീസിൽ നിന്നും വാങ്ങിക്കാം. പിന്നെ ഈ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ പിറ്റേ ദിവസം കാലത്ത് തന്നെ ശാലയുടെ പുറകിലായിട്ട് തന്നെ നമുക്ക് കാംഗാരൂസ് വന്നായിരുന്നു. അത് കുറച്ചധികം കാംഗരൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് അതിൻ്റെ ഒരു ബേബി കാംഗരു ആയിട്ട് വന്നതാണ്. അങ്ങനെ ജോ എന്നാണ് ഇതിനെ വിളിക്കുക എപ്പോഴും. എന്ന് വെച്ചാൽ കാംഗറുടെ കുഞ്ഞിനെപ്പോഴും ജോ എന്നാണ് പറയുന്നുണ്ടാവുക ഇപ്പോൾ ഓസി ലാംഗ്വേജിനകത്ത്. അതുകൂടാതെ തന്നെ അവിടെ മാത്രമല്ല, ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലേക്കും വന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി പോയിട്ട് കാംഗരൂവിനെ നോക്കാമെന്ന് വിചാരിച്ചാണ് വന്നത്. ആക്ച്വലി ഇങ്ങനെ കുട്ടികളെയും കൊണ്ട് കാംഗരൂസ് നമ്മുടെ ആളുകളുള്ളിടത്തേക്ക് അധികം വരാറില്ല. ആൾക്കാരെ കാണുമ്പോൾ പേടിച്ചു പോകുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കാണുന്ന കാംഗരൂസ് എല്ലാം ഇവിടെ സ്ഥിരമായിട്ട് വരുന്നതാണോ, അല്ലെങ്കിൽ ഇത്രയും അടുത്തേക്ക് നമ്മുടെ നിൽക്കില്ല, അല്ലെങ്കിൽ മറ്റുകളെല്ലാം പേടിച്ച് ഓടുകയാണ് പതിവ്. ഞങ്ങൾ ഈ താമസിക്കുന്ന ഏകദേശം 15 മിനിറ്റ് മാത്രമാണ് പെരിഷ സ്കീ റിസോർട്ട്സിലേക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണെന്ന് വെച്ചാൽ ഞങ്ങൾ രാത്രിയിൽ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി സീറോ വിസിബിലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഫ്രണ്ടിലേക്ക് വരുന്നത് ആ ലൈറ്റിന് അപ്പുറത്തേക്കൊന്നും കാണാൻ പറ്റുന്നില്ല, അത്രയ്ക്കും ഫോഗും ആയിരുന്നു, ഭയങ്കര ബ്ലിസാർഡും ആയിരുന്നു അന്നുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഇതിന് ബുക്ക് ചെയ്യേണ്ട, അതായത് നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഇവിടെ ഇട്ടേക്കാം എന്തായാലും. അപ്പോൾ നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ ബുക്ക് ചെയ്യാം. ഇത് മിനിമം 3 ദിവസത്തെ ബുക്കിംഗ് പറയുന്നുണ്ട്, പക്ഷേ ചില സമയത്ത് നമുക്ക് സിംഗിൾ ഡേയും ആയിട്ട് നമുക്ക് ബുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് നമ്പർ ഉണ്ട്, അപ്പോൾ അതിലേക്ക് വിളിച്ചാൽ അവർ വ്യക്തമായിട്ട് നമുക്ക് പറയും. നോർമലി ഞങ്ങൾ അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ വിളിച്ചു വെച്ചപ്പോൾ വെച്ചാൽ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ദിവസത്തേക്കും വേണമെങ്കിൽ ബുക്ക് ചെയ്യാൻ പറ്റും. വൈകുന്നേരം 2 മണി തുടങ്ങിയിട്ട് കാലത്ത് 9 മണിക്കാണ് ഇതിൻ്റെ ചെക്കൗട്ട്. ഭയങ്കര ബ്ലിസാർഡ് ആയ കാരണം കൊണ്ട് തന്നെ ഇവരിവിടെ റോഡും ബ്ലോക്ക് ചെയ്തായിരുന്നു, ഗേറ്റൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടായിരുന്നു, ഭയങ്കര ഒരു കോഷ്യസ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ പിറ്റേ ദിവസം കാലത്ത് പെരിശയിലേക്ക് വന്നതാണ്. അതായത് ഇത് സ്കീ സീസൺ, അതായത് സ്കീ അല്ല, സ്നോ സീസൺ തുടങ്ങിയ സമയത്ത് വന്നതുകൊണ്ട് തന്നെ എന്ന് വെച്ചാൽ സ്നോ ഭയങ്കര കുറവായിരുന്നു. അതായത് ഫസ്റ്റ് വീക്കിലാണ് വന്നത്. അപ്പോൾ ഭയങ്കര സ്നോ കുറവായിരുന്നു, വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അത്യാവശ്യം ഒരു ഏരിയ ഉണ്ടായിരുന്നു നമുക്ക് കളിക്കാൻ, അതായത് സ്നോ പ്ലേ ചെയ്യാനും. പിന്നെ അത് കൂടാതെ എന്ന് വെച്ചാൽ സ്കീയിങ്ങും സ്നോ ബോർഡിങ്ങും ചെയ്യാൻ ചെറിയൊരു സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്, അവിടെയാണ് എല്ലാവരും ചെയ്യേണ്ടായിരുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.